ഏവർക്കും സ്നേഹവന്ദനം. ക്രൈസ്തവ മിഷണറിമാർ സമൂഹത്തിന് തിന്മയാണ് ചെയ്ത നന്മകൾ ഇല്ലായിരുന്നു എന്നുള്ള വാദവുമായിട്ട് VHPയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും ബജരംഗദൾ പ്രവർത്തകരും ഒക്കെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അവർ സമൂഹത്തിൽ കുത്തിച്ചെലുത്തുന്നതായിട്ടുള്ള ഇത്തരം വിഷവിത്തുകൾ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ള ദൗത്യം ഏതൊരു മതേതരത്വ വിശ്വാസിക്കുമുള്ളതാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറിമാരുടെ നന്മകൾ അനുഭവിച്ച ഒരു രാജ്യമാണ് നമ്മുടേത്. നമ്മുടെ രാജ്യം തന്നെ ഒന്നായി തീരുവാൻ കാരണം എന്താണെന്നുള്ളത് ചിന്തിച്ചാൽ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള വിദ്യാഭ്യാസവും അതേപോലെ ഐക്യത്തിന്റെ കാഹളധ്വനിയുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും കൃത്യമായി വീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെ ഉത്തരവാദിത്വമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് ഞാൻ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തനങ്ങൾ മലബാർ മേഖലകളിൽ നമ്മുടെ കേരള മണ്ണിൽ എങ്ങനെയാണ് അവർ ശക്തമായി പ്രവർത്തിച്ചതെന്നും എന്തുകൊണ്ട് നമുക്ക് ഈ മാറ്റങ്ങൾ ഇന്ന് ഉണ്ടായിരിക്കുന്നു, ഇന്ന് നാം ധരിക്കുന്നതായിട്ടുള്ള വസ്ത്രങ്ങൾ, നമ്മളെ ലഭിക്കുന്ന വിദ്യാഭ്യാസം, അതിൻ്റെയൊക്കെ ആരംഭം എങ്ങനെയായിരുന്നു എന്നുള്ളത് സംക്ഷിപ്തമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കിത് ഏറെ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സ്നേഹിതർക്കും മറ്റുള്ള പ്രിയപ്പെട്ടവർക്കും ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യണമേ എന്നും അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും അതിർത്തിയിലുള്ള സ്വിറ്റ്സർലാൻഡിലെ ഒരു നഗരമാണ് ബാസൽ. സ്വേച്ഛാധിപത്യ ഫ്രഞ്ച് ഭരണാധികാരി നാപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ സൈനിക ഭീഷണിയെ അഭിമുഖീകരിച്ച് തങ്ങളുടെ നഗരം യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ജീവിതം സമർപ്പിക്കുമെന്ന് ഭക്തരായ കുറച്ച് പുരുഷന്മാർ അന്ന് പ്രതിജ്ഞയെടുത്തു. അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചതിനാൽ 1815 അവർ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സ്ഥാപിക്കുകയുണ്ടായി. ലോകമെമ്പാടുമുള്ള മനുഷ്യ സമൂഹത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കാൻ സ്വയം പ്രതിജ്ഞാബദ്ധരാകുകയും അവർ ചെയ്യുകയുണ്ടായി. BM ഇന്ത്യയിൽ എത്തിയത് 1833 അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് പരിഷ്കരിച്ചപ്പോൾ ഇന്ത്യയിൽ തങ്ങളുടെ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനായി ബ്രിട്ടീഷ് ഇതര മിഷനുകൾക്ക് അവർ വാതിലുകൾ തുറന്നു കൊടുത്തു. തൽഫലമായിട്ട് ബാസലിൽ നിന്നുള്ള 3 മിഷണറിമാർ 1834 ഓഗസ്റ്റ് 21 കോഴിക്കോട് വന്നിറങ്ങുകയുണ്ടായി. കന്നഡ, തുളു സംസാരിക്കുന്ന ദക്ഷിണ കാനഡ, കൂർഗ്, മലയാളം സംസാരിക്കുന്ന മലബാർ, ബോംബെ, കർണാടക എന്നിവിടങ്ങളിലായിരുന്നു ബാസൽ മിഷണറിമാരുടെ പ്രവർത്തന മേഖലകൾ. അവിടെ കന്നഡ, മറാത്തി സ്വാധീനം ശക്തമായിരുന്നു. ഈ മിഷണറിമാർ ഇന്ത്യയിൽ എത്തിയപ്പോൾ താഴ്ന്ന ജാതിക്കാരായ ആളുകൾ ഉയർന്ന ജാതിക്കാരായ ഭൂ ഉടമകളുടെ കൈകളിൽ നിന്ന് കാർഷിക വായ്പ വാങ്ങിക്കുകയും അങ്ങനെ അവര് ഈ ഭൂ ഉടമകളുടെ അടിമകളായിത്തീരുകയും ചെയ്ത് കടം വീട്ടുവാൻ നിവൃത്തിയില്ലാതെ അടിമവേല ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളായിരുന്നു. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ സാമൂഹിക ബഹിഷ്കരണം എന്നിവയാൽ ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് ബാസൽ മിഷണറിമാർ എല്ലാ ആളുകളെയും ഒരേ നിലയിൽ പരിഗണിക്കുകയും നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ കാണാൻ കഴിയും, താഴ്ന്ന ജാതിക്കാരെ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. മാത്രമല്ല അന്ന് മേലാളന്മാർ 72 അടി അകലത്തിൽ നിർത്തിയിരുന്ന ആളുകളെ ഈ മിഷണറിമാർ തങ്ങളോട് ചേർത്ത് നിർത്തുവാൻ ഇടയായിത്തീർന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. മാത്രമല്ല അവർക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അക്രൈസ്തവർക്കിടയിൽ ബൈബിളിൽ നിന്നുള്ള ക്രിസ്തീയ സന്ദേശം പ്രചരിപ്പിക്കണമെങ്കിൽ ആദ്യം അവരെ പഠിപ്പിക്കണമെന്ന് ബാസൽ മിഷണറിമാർ മനസ്സിലാക്കി. തൽഫലമായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തുവാനും ആത്മവിശ്വാസമുള്ള സമൂഹത്തെയും സൃഷ്ടിക്കാനും വിദ്യാഭ്യാസത്തിന് കഴിയുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ അവർ സ്ഥിരതാമസമാക്കിയ എല്ലാ സ്റ്റേഷനുകളും പ്രാദേശിക ഭാഷയിലുള്ള പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കാൻ അവരെ തീരുമാനിച്ചു. ബാസൽ മിഷൻ സ്ഥാപിച്ച് നടത്തിയിരുന്ന സ്ഥാപനങ്ങളിൽ ജാതിയോ മതമോ പരിഗണിക്കാതെ എല്ലാവർക്കും പ്രവേശനം ലഭിച്ചു. മലബാർ മേഖലയിൽ ആദ്യത്തെ മിഷൻ സ്കൂൾ 1839 തലശ്ശേരിയിലും 1841 ഞാൻ 1900 കുറിച്ചല്ല പറയുന്നത്, 1800കളിൽ സംഭവിച്ച കാര്യമാണ്. അതിന്റെ മധ്യകാലഘട്ടത്തിൽ 1841 കണ്ണൂരിൽ ഒരു ഇംഗ്ലീഷ് സ്കൂളും 1864 ചോമ്പാലയിലും കോഴിക്കോട്ടും അക്രൈസ്തവ ആൺകുട്ടികൾക്കായി ഒരു പ്രാദേശിക ഭാഷാ സ്കൂളും 1881 മാഹിയിൽ ഒരു ഫ്രാങ്കോ പ്രാദേശിക സ്കൂളും ആരംഭിച്ചു. 1866 BM പാലക്കാട് ഒരു ഹൈസ്കൂള് ഉണ്ടാക്കി. പിന്നീട് ആ ഹൈസ്കൂളാണ് വളരെ പ്രസിദ്ധമായി തീർന്നിരിക്കുന്ന വിക്ടോറിയ കോളേജ്, ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ഇന്ന് നമ്മൾ അഭിമാന പുരസ്കാരം പറയുന്നതായിട്ടുള്ള ആ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ആരംഭിച്ചത്, ഹൈസ്കൂൾ വിദ്യാഭ്യാസമായിട്ട് ആരംഭിച്ചത് മിഷണറിമാരാണ്, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷണറിമാരാണ്. അതുകൊണ്ടാണ് പാലക്കാടിന്റെ മുഖച്ഛായ തന്നെ മാറാനിടയായിത്തീർന്നത്. അതുകൊണ്ടാണ് ശശികല ടീച്ചറെ പോലെയുള്ള ആളുകൾ പാലക്കാട്ടുകാരികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ ഇടയായിത്തീർന്നത് എന്നുള്ളത് ശശികല ടീച്ചർ
ആ ചരിത്രം വായിച്ച് മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ തിന്മയുടെ ഭാവങ്ങളും മാറുവാൻ ഈ തരത്തിലുള്ള പഠനങ്ങൾ സഹായിക്കുമെന്ന് ഓർപ്പിക്കട്ടെ. താഴ്ന്ന ജാതിയിലുള്ള വിദ്യാർത്ഥികൾക്ക് കോളേജ് വിദ്യാഭ്യാസം ലഭിക്കാൻ തക്കവണ്ണം BGEM അതേപോലെ തന്നെ മലബാർ ക്രിസ്ത്യൻ കോളേജ് തുടങ്ങിയ കോളേജുകളും അവരാരംഭിച്ചു. സ്കൂളിലെ പെൺകുട്ടികളെ വായന, എഴുത്ത്, തയ്യൽ, നെയ്ത്ത് എന്നിവ പഠിപ്പിച്ചു. മനസ്സിലായില്ലേ? അപ്പം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഉപജീവനത്തിനുള്ള മാർഗം ഉണ്ടാക്കുകയും അത് സമൂഹത്തിന് പൊതുവെ നന്മയ്ക്ക് കാരണമായി തീരുകയും ചെയ്തു. ഇതിനു മുമ്പ് ഞാൻ ഇട്ടതായ വീഡിയോ കണ്ടിട്ട് ഒരു സുഹൃത്ത് എഴുതുകയുണ്ടായി, ഞങ്ങള് പൈസ കൊടുത്താണല്ലോ തുണിയൊക്കെ മേടിക്കുന്നത്, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന്. എൻ്റെ പൊന്നു സുഹൃത്തെ, ഇപ്പൊ നിങ്ങൾക്ക് തുണി ഉടുക്കാനും പൈസ കൊടുത്താൽ തുണി കിട്ടാനും ഒക്കെ ഇടയായി തീർന്നത് അന്ന് ഈ മിഷണറിമാർ വന്ന് ഇതുപോലുള്ള കോഴ്സുകളൊക്കെ ഇവിടുത്തെ ജനങ്ങളെ പഠിപ്പിക്കുകയും അവരിങ്ങനെ പ്രവർത്തന മേഖലകളിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടാണ്. കോഴിക്കോടും തലശ്ശേരിയിലും മിഷൻ മുതിർന്നവർക്കായി സ്കൂളുകൾ തുറന്നു. അന്ന് ചെറിയ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, പ്രായമുള്ള ആളുകളെ കൂടെ പഠിപ്പിക്കാനായിട്ട് അവർ സന്നദ്ധരായി. 1900 കൂടെ ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ കാസർഗോഡ്, തളിപ്പറമ്പ്, മേൽപ്പറമ്പ്, ഒറ്റപ്പാലം, വാണിയംകുളം, വടകര, കൊയിലാണ്ടി, കൂത്തുപറമ്പ്, കണ്ണൂർ, പയ്യന്നൂർ, പാലക്കാട്, വടക്കാഞ്ചേരി, കോഴിക്കോട് തുടങ്ങി ഏതാനും സ്ഥലങ്ങളിലായി 48 ബാസൽ മിഷൻ സ്കൂളുകൾ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിച്ചു തുടങ്ങി. ആലോചിച്ച് നോക്കി, 48 മിഷൻ സ്കൂളുകൾ. അന്ന് ശശികല ടീച്ചറെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? TG മോഹൻദാസ് സാറെ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ഇത്രമാത്രം കഷ്ടപ്പാടോടുകൂടെ ഈ മിഷണറിമാർ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ ജീവിച്ച, നിങ്ങൾ 72 അടി അകറ്റി നിർത്തിയിരുന്ന ആളുകളെ അവർ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു. അതോടൊപ്പം തന്നെ അവർക്ക് തുന്നൽ പരിശീലനങ്ങൾ കൊടുത്തു, അവരെ നെയ്ത്ത് പരിശീലിപ്പിച്ചു. മാത്രമല്ല, ബാസൽ മിഷന്റെ പ്രാഥമിക ലക്ഷ്യം ആളുകളെ പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരിക, സമൂലമായ പരിവർത്തനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചു. മലബാറിലെ വിദ്യാഭ്യാസ മേഖലയിൽ അവർ നൽകിയ സംഭാവനകൾ വളരെ പ്രശംസനീയമാണ്. താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ അവസരം ലഭിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ജനങ്ങളെ ലോകത്തെക്കുറിച്ചുള്ള അറിവ് മെച്ചപ്പെടുത്തുവാനും ആധുനിക പാശ്ചാത്യ ആശയങ്ങൾ സംശീകരിക്കാനും സഹായിച്ചു എന്നുള്ളതാണ് എന്റെ പ്രത്യേകതകൾ. ക്രിസ്ത്യാനികളല്ലാത്തവരെ അവര് വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് അർഹരായിട്ടുള്ള ആ കുട്ടികൾക്കൊക്കെ ഉന്നത പഠനത്തിനായിട്ട് സ്കോളർഷിപ്പുകളും വായ്പകളും നൽകിപ്പോന്നു. ഇത് നിരവധി വിദ്യാർത്ഥികളെയും ഈ സ്കൂളുകളിൽ പരിശീലനം നേടിയ അധ്യാപകരെയും ക്രിസ്തുവിങ്കിലേക്ക് അടുത്തു വരുവാൻ ഇടയാക്കി എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ അവരാരെയും പ്രലോഭിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മതം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയോ ചെയ്തില്ല. അവർക്ക് അറിവ് കിട്ടിയപ്പോൾ, അക്ഷരജ്ഞാനം കിട്ടിയപ്പോൾ, ദൈവവചനം വായിച്ചപ്പോൾ അവർ കണ്ടെത്തിയതായിട്ടുള്ള ക്രിസ്തുവിന്റെ സ്നേഹം അവരുടെ ഉള്ളിൽ വ്യാപിക്കാനിടയായി തീർന്നു. അത് ഞങ്ങൾക്ക് ചെയ്യാനുള്ള അവകാശവും അത് ഞങ്ങളുടെ ഉത്തരവാദിത്വവുമായിട്ട് കാണുന്നു സാർമാരെ. അതുകൊണ്ട് നിങ്ങൾ എത്ര കടന്ന് ബഹളം വെച്ചാലും ശരി, ഈ സുവിശേഷം മനുഷ്യന് നൽകുന്ന സമൂലമായ പരിവർത്തനം അത് നമ്മളെ വസ്ത്രം ധരിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ചിന്താധാരകളെ ഉയർത്തുക മാത്രമല്ല, ജീവിത നിലവാരങ്ങളെ ഉയർത്തുക മാത്രമല്ല, നമ്മുടെ ഭാവിയെ ഭാസുരമാക്കുവാനും കഴിവുറ്റതാണ്. അതുകൊണ്ടാണ് 72 അടി അകലത്ത് നിന്ന ആളുകള് ക്രിസ്ത്യൻ മിഷണറിമാരോട് ചേർന്ന് വരികയും തോളത്ത് കൈയിടുവാൻ ഇടയായിത്തീരുകയും ചെയ്ത്. അപ്പൊ ആ അനുഭവത്തിലേക്ക് നിങ്ങൾക്കും എത്തിച്ചേരുവാൻ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം തേക്കടലച്ചൻ.